കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന യോഗ്യതയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു ഈശോയെ. ഇന്ന് എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഈ രാവിലെ 5:30 മണിക്ക് മുട്ടുകുത്തുന്നത്? ഇന്ന് എപ്പോഴായാലും ഈ മൊബൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആരെപ്പോൾ പങ്കെടുത്താലും അവരെന്തിനു വേണ്ടിയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കുന്നത്, ആ വിഷയത്തെ കർത്താവെ എൻ്റെ ഇന്ന് ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ അവരത് കാഴ്ചവെക്കുന്ന കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന നിയോഗം വച്ചിരിക്കുന്ന മക്കൾ ആ നിയോഗം വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന അടയാളം കർത്താവെ അങ്ങയുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഒത്തിരിയേറെ കൊതിയോടെയും ആർത്തിയോടെയും ആശങ്കയോടെയും കർത്താവെ ഇന്ന് നിയോഗ പ്രാർത്ഥന സമയത്ത് നിയോഗം വെച്ചവരുണ്ട് ഈശോയെ. അതിൻ്റെ ഒറ്റ നിയോഗം വരും കർത്താവെ തള്ളിക്കളയരുത്. അഥവാ ഏതെങ്കിലും നിയോഗത്തിന് കാലതാമസം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസവും ആത്മധൈര്യവും അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ സംസാരങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ കഴിക്കുന്ന ഭക്ഷണം, ഇന്ന് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തെ കർത്താവിന് നന്ദിയോടെ ആശീർവദിക്കുന്നു. നീ ധരിക്കുന്ന വസ്ത്രത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഓർമ്മയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അവബോധം നിനക്കുണ്ടായിട്ടും ദൈവസ്നേഹം നിൻ്റെ ഹൃദയത്തിൽ വളരാൻ വേണ്ടി ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടും. നിൻ്റെ ഉദ്യമങ്ങൾ, ഇന്നത്തെ നിൻ്റെ നിയോഗങ്ങൾ, ഇന്നത്തെ നിൻ്റെ കഷ്ടപ്പാടുകൾ, ഇന്നത്തെ എല്ലാ നിൻ്റെ ഞെരുക്കങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ